മാർച്ച് 27 ഈജിപ്തിലെ വിശുദ്ധ ജോൺ. ക്രിസ്തുവർഷം 305 മുതൽ 394 വരെ കാലഘട്ടം. ജോൺ ഈജിപ്തിൽ ഒരു തച്ചൻ്റെ മകനായി ജനിച്ചു. 25-ാമത്തെ വയസ്സിൽ അയാൾ ലൗകിക ആർഭാടങ്ങൾ ഉപേക്ഷിച്ച് ഒരു സന്യാസിയുടെ കീഴിൽ അസാധാരണമായ വിനയത്തോടും അനുസരണത്തോടും കൂടെ ജീവിച്ചു. പല മൂഢമായ പ്രവൃത്തികളും തൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അവൻ ചെയ്തുകൊണ്ടിരുന്നു. ഒരു വർഷം ഒരു ഉണങ്ങിയ കമ്പ് പച്ചച്ചെടി എന്ന പോലെ നനച്ചു വന്നു. ഈ അനുസരണ പ്രവൃത്തികൾക്കെല്ലാം അനന്തരകാലത്ത് ജോണിന് വിശിഷ്ടാനുഗ്രഹങ്ങൾ ലഭിക്കുകയുണ്ടായി. 40 വയസ്സുള്ളപ്പോൾ ലിക്കോപോളിസിൽ ഒരു ഉയർന്ന പാറക്കെട്ടിൻ്റെ മുകളിൽ കയറി ഒരു ചെറിയ ഗുഹ അദ്ദേഹത്തിൻ്റെ താമസത്തിനായി തിരഞ്ഞെടുത്തു. ആഴ്ചയിൽ 5 ദിവസം അദ്ദേഹം ദൈവത്തോടുള്ള സംഭാഷണത്തിൽ കഴിച്ചുകൂട്ടിയിരുന്നു. ശനിയും ഞായറും പുരുഷന്മാർക്ക് ആധ്യാത്മികോപദേശങ്ങൾ നൽകി വന്നു. സൂര്യാസ്തമനം വരെ ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. അതിനുശേഷമാണെങ്കിലും വളരെ കുറച്ച് മാത്രം. ഇങ്ങനെ 42-ാമത്തെ വയസ്സ് മുതൽ 90-ാമത്തെ വയസ്സ് വരെ ജീവിച്ചു. അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നിരുന്നവർക്ക് താമസിക്കുവാൻ ഒരാശുപത്രി അദ്ദേഹം പണിയിപ്പിച്ചു. അനേകരെ അത്ഭുതകരമാം വിധം അദ്ദേഹം സുഖപ്പെടുത്തി. പലരുടെയും ഹൃദയരഹസ്യങ്ങൾ അദ്ദേഹത്തിന് വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞിരുന്നു. സ്വേച്ഛാധിപതിയായ മാക്സിമൂസിനെ രക്തം ചിന്താതെ തെയോഡോഷ്യസ് ചക്രവർത്തി പരാജയപ്പെടുത്തുമെന്ന് അദ്ദേഹം പ്രവചിച്ചു. ചരിത്രകാരന്മാർ വിശുദ്ധ ജോൺ ചെയ്തിട്ടുള്ള നിരവധി അത്ഭുതങ്ങൾ വിവരിക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അത്ഭുത പ്രവർത്തനവരം സിദ്ധിക്കുക അസാധാരണമല്ല. വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 12-13 വാക്യങ്ങൾ. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തുപോകും. എന്നാൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. വിചിന്തനം. ആശാനിഗ്രഹവും പ്രായശ്ചിത്തവും ദിവ്യസ്തുതി കീർത്തനങ്ങളും വഴി ഏകാന്തതയിൽ തങ്ങളെ തന്നെ പവിത്രീകരിക്കുന്നവർക്ക് ഭാഗ്യം.